വീട്ടുകാരുടെ കുറെ കാശും കളഞ്ഞ് ബികോമും പഠിക്കാൻ പോയി ഫാഷൻ ഡിസൈനിങ്ങും പഠിച്ച് എന്നിട്ട് എന്ത് കാര്യം ഏ, വെറുതെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വീട്ടിലിരിക്കും. ഇപ്പൊ എന്ത് ജോലിക്ക് പോവും? അളിയാ അളിയാ ചേച്ചിയാ അളിയനോട് പോയി നിനക്കെന്തിനാ അളിയൻ? ക്രയോൺ മേടിക്കാൻ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലേ, ഇതുവരെ എനിക്ക് മേടിച്ചൊന്നുമില്ല. നീ എന്തിനാണ് പറയും നിസാരവും കാര്യങ്ങളൊക്കെ സിദ്ധുവിന്റെ അടുത്ത് പറയുന്നത്? എന്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ക്രയോൺസിന്റെ കാര്യം, അപ്പൊ നിങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ സിദ്ധോളിന്റെ അടുത്ത് പറഞ്ഞേ. എന്നാ പിന്നെ നിനക്ക് അമ്മൂമ്മ അടുത്ത് പറയാറുന്നില്ല, അമ്മൂമ്മ മേടിച്ചു തരുമായിരുന്നല്ലോ. ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേച്ചി സിദ്ധോളിന്റെ അടുത്തല്ലേ ചോദിക്കത്തുള്ളൂ. എന്തോന്ന്? അപ്പൊ എല്ലാവരുടെ സംസാരം ഇതൊക്കെ തന്നെയാണല്ലോ. എന്ത് ഒന്നുമില്ല. സിദ്ധുവേ, സിദ്ധോളിയാ അളിയാ എന്തടി നീയാണോ സിദ്ധു? അല്ല പിന്നെ വിളിക്കണോട്ട് ഞാൻ ആരെങ്കിലും വന്നൂല്ലേ? അല്ല എന്താണ് ചേച്ചിക്ക് ഇത്ര ആവേശം? ഓ മറ്റേ കാര്യം ചോദിക്കാൻ പോവായിരിക്കും അല്ലേ? ആണെങ്കിൽ നിനക്ക് എന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ ഞാൻ പറഞ്ഞ മറുപടി അളിയനും പറയാൻ പോകുന്നുള്ളൂ. ഇല്ലേ ലച്ചുവേ, ഞാൻ ഇതൊന്നും ആലോചിച്ചിട്ട് പോലും ഇല്ലാന്ന്. ആ പാവം പിടിച്ച അളിയന്റെ മനസ്സ് എനിക്ക് അറിഞ്ഞിട്ടു അല്ലേ പാറു? എന്തോ കാര്യം? കാര്യം അതായത് മക്കളെ, ഈ ചന്ദനം ഉണ്ടല്ലോ, ചന്ദനം, അതൊരു പരാന്ന പൂജയാണ്. അതെന്തൊരു പോജി? ഈ പാരസൈറ്റ് പച്ച മലയാളത്തിൽ പറഞ്ഞ നമുക്ക് ഈ ഇത്തിക്കണ്ണി എന്ന് പറയാം. മരത്തിലൊക്കെ പിടിച്ചിരിക്കുന്ന സാധനം. മരത്തിലൊക്കെ പിടിച്ചിരിക്കണ സാധനം. അതായത് അതിന് സ്വന്തമായിട്ട് വളരാനുള്ള കഴിവൊന്നും ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യും? മറ്റേവന്റെ കയ്യിൽ നിന്ന് അഥവാ അപ്പുറത്തെ ചെടിയുടെ കയ്യിൽ നിന്ന് ഊറ്റി ജീവിക്കും. അങ്ങനത്തെ ഒരെണ്ണം. അതേപോലെ മനുഷ്യരും ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. ചെറുക്ക, നീ കൊറേ നേരായി തുടങ്ങിയിട്ട് കേട്ടാ. എന്ത് വെച്ച് കാര്യം? ഒരു കാര്യമില്ല, പൊന്നുമോള് പോയിട്ട് അളിയെ തപ്പിട്ട് വാ ചെല്ല്. ചേച്ചി, ഒന്നാമതേ ചേച്ചിക്ക് ഒരു ദുഷ്പേരുണ്ട്. ചേച്ചി എന്ത് പറഞ്ഞാലും ഉടനെ ചൂടാവും എന്നുള്ളത് കേട്ടോ. എനിക്കേ എല്ലാരെ സ്നേഹിക്കാനും അറിയാടാ. നീ എന്താടാ പറഞ്ഞത്? ഞാൻ ഇത്തിക്കണ്ണിയാണെന്നാ? ഇത്തിക്കണ്ണി നമ്മുടെ ഈ നേച്ചർ എന്ന് പറയുന്നത് എന്തൊരു സംഭവമാണ് അല്ലേ ചേച്ചി? നമ്മുടെ മനുഷ്യന്റെ സ്വഭാവത്തിനോട് അനുബന്ധിക്കാൻ പറ്റുന്ന എത്ര തരം ചെടികളും ജീവികളും ഒക്കെയാണ് നേച്ചറിലുള്ളത്. എടാ, ഞാൻ എന്റെ കെട്ടിയോന്റെ കാശ് ചെലവാക്കണേന്ന് നിനക്കെന്താണ് ചെറുക്ക കുഴപ്പം? ആണ്ട്രാ, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ ഇത് പറയാൻ ചേച്ചിക്കൊരു കുഴപ്പമില്ലേ? കുഴപ്പമില്ല ചേച്ചി. ചില മനുഷ്യരുടെ ക്യാരക്ടർ അങ്ങനെ ജീവിതത്തിൽ മാറൂല, എത്ര മാറ്റാൻ നോക്കിയാലും മാറൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കരുത്, നല്ല കുഴപ്പമില്ല. ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല ചേച്ചി, അതാണ് ചിലരുടെ സ്വഭാവം ഉണ്ടല്ലോ. എന്താണ് ക്യാരക്ടറിനെ പറ്റിയൊക്കെ ഒരു സംസാരം? ഒന്നുമില്ല അളിയാ, ചില ആൾക്കാരുടെ സ്വഭാവം ഒന്നും നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും മാറ്റാൻ നോക്കിയാൽ നടക്കൂലെന്ന് ഇങ്ങനെ പറയായിരുന്നു. ചിലരങ്ങനെയാടാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, പാറൂസിന്റെ സൗണ്ട് കേട്ടായിരുന്നു. അവളോടെ? അവൾ അളിയനെ തപ്പിക്കൊണ്ട് അങ്ങോട്ട് പോയിട്ടു. അങ്ങോട്ടോ? എന്നാ പോയി തപ്പട്ടെ. എന്തായാലും ചേച്ചി സങ്കടപ്പെടണ്ട. ഞാനേ പാറൂസിന് ക്രയോൺസ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോയി. നീയും അങ്ങനെ ചില ആൾക്കാരെ പോലെ അളിയനെ ഊറ്റാൻ തുടങ്ങിയല്ലേ? എന്റെ അളിയനല്ലേ? ഓക്കെ, നിന്റെ അളിയനൊക്കെ തന്നെ. അതെന്നത് അങ്ങനെ ഒരു ടോക്ക് ഒന്നുമില്ല അളിയാ, ഇനിയിപ്പം എന്റെ കാശല്ലേ ചിലവായി അങ്ങ് പോവല്ലേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല, എല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി തന്നെയല്ലേ. ഞാൻ കൊറേ തവണ വിളിച്ചിരുന്നു, കിട്ടിയില്ല. എങ്ങനെ കിട്ടും? ഫോൺ റീചാർജ് ചെയ്ത് കിടക്കിയല്ലേ, ഇൻകമിങ് ഇല്ല, ഔട്ട് ഗോയിങ് ഇല്ല. റീചാർജ് ചെയ്ത് കൊടുത്താലേ ഇനി ഫോൺ വിളിക്കാൻ പറ്റൂ. റെക്കോർഡ് ആണോ? എടാ, എന്റെ അടുത്ത് റീചാർജ് ചെയ്യേണ്ട കാര്യം പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ ചെയ്യാലോ. വേണ്ട സിദ്ധു, ചെയ്യണ്ട.
പിന്നെ എങ്ങനെ വിളിച്ചാ കിട്ടുക? അതെ ചേച്ചി എന്നെ റീലിങ്ങോട്ട് ഇല്ലേ? അതെ ഇപ്പൊ ചെയ്യാം. പിന്നെ ചെയ്യാം. സിദ്ധു എന്തിനാ വിളിച്ചേ? എടാ ഞാൻ പുറത്തു പോയപ്പോഴേക്കും ഇങ്ങോട്ട് എന്തെങ്കിലും മേടിക്കണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും മേടിക്കാനില്ലായിരുന്നു. വീട്ടിലേക്ക് എന്താ? ബാ. പുറത്തു പോയപ്പോഴേ ഞാൻ കുറച്ച് നാടൻ നെല്ലിക്ക കണ്ടു. അപ്പൊ ഞാൻ ഓർത്തു എല്ലാവർക്കും വേണ്ടി മേടിക്കാന്ന്. ആ മേടിര് നാടൻ നെല്ലിങ്ങ അളിയന്റെ കാശിന് മേടിച്ചല്ലേ? ആ ചുമ്മാ ചോദിച്ചത്. അതിനെന്താടാ? അതിനെന്താ? ഇല്ല എനിക്ക് വേണ്ട. അല്ല കഴിക്ക്. ഇല്ല വേണ്ടാനിട്ടാ. വേണ്ട.